പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സുന്ദരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവത്തിന് നന്ദി പറയാം അല്ലേ. വളരെ ആഴ്ചയുടെ അവസാന ദിവസമാണ് ഇന്ന്. ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ്. ഈ ആഴ്ചയുടെ അവസാനം എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം നയിച്ച വഴികൾ എത്ര സുന്ദരമായിരുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ കർത്താവിൻ്റെ കരുതലുണ്ടായിരുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട വിഷയം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. എത്ര മനോഹരമായ വചനമാണെന്നറിയോ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. അത്ര സുന്ദരമായ വചനമാണ്. ഇന്ന് നാം പഠിക്കുന്ന വചനം വിലാപങ്ങളുടെ പുസ്തകമാണ്. 3-ാം അധ്യായം 40-ാം വചനം. ദ ബുക്ക് ഓഫ് ലെമൻറ്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 40. അതിങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ വഴികൾ, അതായത് കർത്താവിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നറിയോ, അത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് നമ്മുടെ വഴികൾ നമുക്ക് തെറ്റാതിരിക്കാൻ സൂക്ഷ്മമായി പരിശോധിക്കാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. Let us test and examine our ways and return to the Lord. അതാണ് വചനം പറയുന്നത്. നമുക്ക് തിരിച്ച് കർത്താവിങ്കിലേക്ക് പോകാം, കർത്താവിങ്കിലേക്ക് തിരിയാം, കർത്താവിലേക്ക് നോക്കാം, കർത്താവിൻ്റെ സ്വന്തമായി തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിലേ തിരിഞ്ഞാൽ ദൈവം കൂടെ ഓരോ കാര്യത്തിലും കരം പിടിച്ച് നടത്തുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.